ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് അസിനുവിൻ്റെ ഒരു 11 മാസത്തെ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അസിനു എവിടെയാണെന്ന്. ഇതൊക്കെ ഇവിടെ പരത്തിയിട്ടിട്ട് ആൾ ഉറങ്ങുകയാണ്. ഞാനാണെങ്കിൽ വരക്കണതൊക്കെ പകുതി വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി വന്നിട്ട് ചെയ്യാമല്ലോ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ അടുക്കളയിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ എന്തിനാണ് അടുക്കളയിലേക്ക് പോകുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെന്നാൽ ഫോട്ടോ എടുക്കുന്നത് എന്ത് വെച്ചിട്ടാണെന്ന് വെച്ചാൽ ചക്രമത്തെ വെച്ചിട്ട്. ഞാൻ അസിനുവിൻ്റെ ഓരോ മാസവും ഓരോ തീമിൽ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 10 മാസം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 11ാമത്തേണ്. ഇനി പിന്നെ അടുത്ത മാസം ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ ഞാനിത് വിചാരിച്ച് ചക്രമത്തെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ മാസത്തെ തീം എന്തെങ്കിലുമൊക്കെ തീം വേണ്ടേ. ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ പിൻട്രസ്റ്റിലൊരു ഫോട്ടോ കണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു അതുപോലെ തന്നെ അസിനുവിൻ്റെ ഫോട്ടോ എടുക്കുക 11-ൽ. അതിനുവേണ്ടി ശരിക്കും ഞാൻ 2 ചക്രമത്തൊക്കെ വാങ്ങിയിട്ടുണ്ട്. ചെറുതായ കാരണം 2 വാങ്ങിയതാണ്. പക്ഷെ ഇത് ഒന്നുപോലും മുഴുവനായിട്ട് ആവശ്യം വന്നിട്ടില്ല. എന്ത് ചക്രമത്ത് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് പാത്രമൊക്കെ കഴിച്ചിട്ട് അതിനൊന്ന് പോയി നോക്കാം. എണീറ്റിട്ട് ഉണ്ടാവില്ല. പക്ഷെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടുമെന്നെങ്ങാൻ വീണാലോ. പക്ഷെ ആൾ ഉറങ്ങാൻ അങ്ങനെ ആൾ എണീറ്റിട്ടുണ്ട്. ഇനി ഇതാണ് ഏറ്റവും കൂടുതൽ ടാസ്ക്. പാൻറ്റും കുപ്പായി ഇട്ട് കൊടുക്കാൻ. അത് നമുക്ക് ഭയങ്കര മടിയാണ്. ഇട്ട ഡ്രസ്സ് ഊരാനും പാടില്ല, ഊരിയ ഡ്രസ്സ് ഇടാനും പാടില്ല. അതാണുള്ള സ്വഭാവം. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ അവൻ്റെ അഭ്യാസങ്ങൾ. അപ്പോൾ ഇതെന്തിനാണ് കരയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പായ ഇടുന്നതിനാണ്. കുപ്പായ ഇടുമ്പോൾ ഞങ്ങൾക്ക് കരച്ചിൽ മസ്റ്റാണ്. ഡ്രസ്സൊക്കെ മാറ്റിയപ്പോൾ ആളെ വിചാരം പുറത്തു പോകാനാന്നാ. അതാണ് ഇരുന്ന് കൈ കൊട്ടുന്നത്. അങ്ങനെ മുടിയൊക്കെ ഇരുന്ന് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം സെറ്റായിട്ടുണ്ട്. ഇരിക്കണ കണ്ടാ പാവ അറിയണില്ലല്ലോ, എവിടേക്കും പോകുന്നില്ല, ഒരു ഫോട്ടോ എടുക്കാനാണ്. അങ്ങനെ ഇതാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന സാധനം. ഇത് ഞാൻ മീഷോന്ന് ഉണ്ണി കമന്ന് എടുക്കുന്ന സമയത്ത് അവനക്ക് കെടുക്കാൻ വേണ്ടി വാങ്ങിയ ഒരു മാറ്റാണ്. അതിന് മുകളിലൊരു വൈറ്റ് തുണി നമ്മൾ ഇടുന്നുണ്ട്. കാരണം അതിൻ്റെ പിക്ചറൊന്ന് നേരടിച്ച് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ അവൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പരാഗിയിൽ നിന്ന് മെറ്റീരിയൽ മുറിച്ച് വാങ്ങിയതാണ് അവൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലാണ് ഞാൻ എല്ലാ മാസത്തെ ഫോട്ടോസും എടുക്കൽ. അതിന് കണ്ടില്ലേ നിൽക്കണ്. എന്താ ഇപ്പം ഈ കാട്ടുന്ന വിചാരിച്ച് നോക്കി നിൽക്കുക. അങ്ങനെ ഞങ്ങൾ ചക്രവത്തൊക്കെ വെച്ച് തുടങ്ങി. ഓരോ പോലെ ഞാൻ ആദ്യമൊക്കെ വെച്ച് നോക്കി. പക്ഷെ ആദ്യം അതൊക്കെ കുളമായി. അങ്ങനെ ഞാൻ ഏകദേശം ഒരു മോഡലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. 11 മുഴുവനാവണ്ടേ. പക്ഷേ 11 മുഴുവനായില്ല. കാരണം ചക്രമത്തം കഴിഞ്ഞു പോയി. അപ്പം നമുക്ക് അടുക്കളയിൽ പോയിട്ട് ബാക്കി കുറച്ച് ചക്രമത്തം കൂടി മുറിച്ച് കൊണ്ടുവരാം. അപ്പം നമ്മൾ ബാക്കി പകുതിയെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇനി ബാക്കിയുള്ള പകുതിയുടെ പകുതിയും കൂടി എടുത്തു. എന്നാലും ഒന്നും മുഴുവനായിട്ടില്ല. അങ്ങനെ അത് പകുതി എടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇതായിട്ട് പോയിട്ട് ബാക്കി 11ൻ്റെ വാലൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കി കൊടുക്കാം. എല്ലാ മാസം ഇത് ഞാനിങ്ങനെ കുറച്ച് ടൈം ചിലവാക്കലുണ്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അസിനും സമ്മതിക്കില്ല. ആദ്യമൊക്കെ അവനനുസരിച്ച് എടുക്കുമായിരുന്നല്ലോ. ഇപ്പോൾ എടുക്കില്ലല്ലോ. ഇപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് പോവല്ലേ. അതുപോലെ 11 കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ ബാക്കി വന്ന കുറച്ച് പീസ് എടുത്തിട്ട് അവിടെ ഇവിടെ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാ മാസം അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ വെച്ചെടുത്തിട്ട് നടുവിൽ അസിനുവിന് കിടത്തലാണ്. അപ്പോൾ ഇതും അതുപോലെ കുറച്ച് പീസ് എടുത്തിട്ട് ചുറ്റോറം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ അസിനുവിനെ ഞാൻ സെൻറ്ററിൽ കിടത്തിയിട്ടാണ് ഫോട്ടോസ് എടുക്കുക. അങ്ങനെ അവൻ കിടന്നാൽ മതി. നമ്മൾ അസിനുവിനെ കിടത്താണ്. ഇപ്പം കാണാം ഇനി എന്താ കഥ എന്ന്. ഇതേ പോണം അപ്പുറത്തേക്ക്. ഇതാ കഥ. ഇതിനൊക്കെ നല്ലപോലെ അതൊന്ന് സെറ്റാക്കിയിട്ട് വേണം കുറച്ച് ഫോട്ടോസെങ്കിലും എടുക്കാൻ. അപ്പോൾ ചക്രമത്തൊക്കെ ഞാൻ വായിലൊക്കെ കൊടുത്ത് സോപ്പിട്ടിട്ട് കുറച്ച് നേരം കിടത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. കരച്ചിൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല്ല. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫോട്ടോസ് എടുക്കണം. അപ്പോൾ അങ്ങനെ കിടത്തിയിട്ട് ഒന്ന് സെറ്റാക്കി ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഫോട്ടോ എടുക്കാൻ നല്ല പണിയാണ്. അവിടെ നിന്ന് ഞാനും ഉമ്മയും കൂടിയിട്ട് ചിരിക്കാൻ പറഞ്ഞാൽ എത്ര പറഞ്ഞാലും ചിരിക്കില്ല. അല്ലാത്ത സമയത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്തു കഴിഞ്ഞാൽ തീരെ ചിരിക്കില്ല. നമ്മളിങ്ങനെ കഷ്ടപ്പാടോ. അപ്പം
ഞാനും ഉമ്മയും കൂടിയിട്ടാണ്. ഉമ്മ അസിനുവിനെ ചിരിപ്പിക്കാൻ നിൽക്കും, ഞാൻ ഫോട്ടോ എടുക്കാൻ നിൽക്കും. ചിരിക്കുന്ന ചെറിയ സമയത്ത് ഒരു ഫോട്ടോ എടുക്കണ്ടേ വിചാരിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഈച്ചൊക്കെ സമ്മതിക്കണ്ടേ. അങ്ങനെ ഫോട്ടോസ് കുറച്ച് എടുത്തിട്ട് ദാ പോണ്. പിന്നെ അവനൊക്കെ എടുത്താൽ നിന്നില്ല, ഓൻ പോയില്ലേ. അപ്പോൾ ഫോട്ടോ പിന്നെ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോസ് ഇടാമെന്ന് വിചാരിച്ച്. അങ്ങനെ 11ാമത്തെ മാസത്തെ ഫോട്ടോസ് എടുക്കലും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അതിനൊരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ലിറ്റിൽ മൊമെൻറ്റ്സ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. ഇനി എടുത്ത ഫോട്ടോസ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ വെക്കുന്നുണ്ട്, കാണണേ.